أخبار اليوم. Today's news. نعيش في عصر الثورة المعرفية والمعلومات. നമ്മൾ വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. وأصبح التكنولوجيا من المواطن التي لا بد أن يلم بها الفرد. ഓരോ വ്യക്തിക്കും അത് സ്വാംശീകരിക്കൽ അത്യാവശ്യമായി അനിവാര്യമായി വന്നിരിക്കുകയാണ് ടെക്നോളജികളെ. ലിയക്കൂന കവിയൻ വ മുബ്ദിഅൻ, ഓരോ വ്യക്തിയും സർഗാത്മകമായി ശക്തരാവാൻ വേണ്ടി ഫി മജാലാത്തി ഹയാത്തിഹിൽ മുതനവ്യ, തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ. ലിയന്നഹ സ്വാറത്ത് ജുസ്അൻ ലാ യതജസ്സഉ മിൻ ഹയാത്തിനൽ യൗമിയ്യത്തിൽ ഇജ്തിമാഇയ്യ, കാരണം ടെക്നോളജികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമായി മാറിയിരിക്കുന്നു. വ യത്തിമു തബാദുലുൽ മഅലൂമാത്തി അബറ വസായിലിൽ ഇഅലാമിൽ മുഖ്തലിഫ, ഇൻഫർമേഷൻസിൻ്റെ കൈമാറ്റം വിവിധ മീഡിയകളിലൂടെയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പണ്ടുകാലത്ത് നേരിട്ട് സംസാരിച്ചാലാണ് ഒരു ഇൻഫർമേഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ എത്തുക. ഇന്ന് നേരിട്ടുള്ള സംസാരത്തിൻ്റെ ആവശ്യമില്ല, മറ്റു പല മാധ്യമങ്ങളുമുണ്ട്. ഇവിടെ ഒരു പത്ര വാർത്ത കൊടുത്തിട്ടുണ്ട്. അൽ വത്തൻ എന്ന പത്രമാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. എന്താണ് വാർത്ത? മഖ്ഹ മിസ്രിയുൻ, ഒരു ഈജിപ്ഷ്യൻ കഫേ, യഹസ് റുവാദഹു, അതിൻ്റെ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്നു, അലൽ അഖ്ലാഖിൽ ഹമീദ, സൽസ്വഭാവമുള്ളവരാകാൻ പ്രേരിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു ഈജിപ്തിലെ ഒരു കഫേ, ഒരു കോഫി ഷോപ്പ്, അതാണ് ന്യൂസ്. അൽ കാഹിറ അൽ അനാലുൽ, കൈറോയിലെ അൽ അനാലുൽ എന്നൊരു കഫേ. ഉരീദു ഷായ്, ഒരാൾ പറയുകയാണ് ഉരീദു ഷായ്, മറ്റൊരാൾ പറയുന്നു ലൗ സമഹത്ത ഉരീദു ഷായ്. അൽ ഫർഖു ബൈനൽ ജുംലത്തൈനി, ഈ രണ്ട് ജുംലകൾ തമ്മിലുള്ള വ്യത്യാസം കലിമത്തുൻ വാഹിദത്തുൻ, ഒരു വാക്കാണ്. ഉരീദു ഷായ് മീൻസ് ഐ വാണ്ട് എ ടീ. ലൗ സമഹത്ത ഉരീദു ഷായ് മീൻസ് ഐ വാണ്ട് എ ടീ, പ്ലീസ്, പ്ലീസ് ഐ വാണ്ട് എ ടീ. പ്ലീസ് എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തു, അതാണ് ലൗ സമഹത്ത. ഈ രണ്ട് സെൻറ്റൻസുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലൗ സമഹത്ത, പ്ലീസ് എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നതാണ്. ഹിയ ലൗ സമഹത്ത, അതാണ് ആ വ്യത്യാസമുള്ള വാക്ക് ലൗ സമഹത്തയാണ്. വലാക്കിന്ന കൗലഹ, എന്നാൽ ഈ സംസാരം യഅനി, ആ ലൗ സമഹത്ത ചേർത്തുകൊണ്ടുള്ള സംസാരം യഅനി തഖ്ഫീല സമനിൽ മഷ്റൂബി, നമ്മൾ ആ കടയിൽ ചെന്ന്, ആ കഫേയിൽ ചെന്ന് കുടിക്കുന്ന പാനീയത്തിൻ്റെ വില കുറക്കുന്നു. തഖ്ഫീൽ മീൻസ് ഡിസ്കൗണ്ട് ചെയ്യുക. ഡിസ്കൗണ്ട് ചെയ്യലാണ് ഈ ലൗ സമഹത്ത പറയൽ കൊണ്ട് ഉദ്ദേശം. അതായത് ലൗ സമഹത്ത പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചായക്ക് പറഞ്ഞാൽ അവിടുന്ന് ചായ വില കുറച്ച് തരും. ലി തഹസുൽ അലൈഹി ബി ജുനൈഹൈനി ബദല മിൻ സലാസത്തി ജുനൈഹാത്തിൻ, 3 പൗണ്ട് കൊടുക്കേണ്ട സ്ഥാനത്ത് 2 പൗണ്ട് കൊടുത്താൽ മതി. അതായത് അവിടെ പോയിട്ട് ഒരു ചായ എന്ന് പറഞ്ഞാൽ 3 പൗണ്ട് കൊടുക്കണം. എന്നാൽ ദയവ് ചെയ്ത് എനിക്കൊരു ചായ തന്നാലും എന്ന് പറഞ്ഞാൽ 2 പൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ വ്യക്തികളെ നല്ല സംസാരവും നല്ല സ്വഭാവവും ഒക്കെ ഉള്ളവരാക്കി തീർക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ കോഫി ഷോപ്പ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് കിട്ടുമെങ്കിൽ, നല്ല സംസാരം സംസാരിച്ച് ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ ആളുകൾ നല്ല സംസാരം സംസാരിക്കും. അങ്ങനെ ഹാദിഹി ഹിയൽ ഫൽസഫത്തു, ഇതാണ് അല്ലത്തി ഇഅ്തമദഹ സാഹിബ് മഖ്ഹ, ഈ മഖ്ഹയുടെ, ഈ കോഫി ഷോപ്പിൻ്റെ സാഹിബ്, ഓണർ, ഇഅ്തമദ അവലംബിച്ച ഫൽസഫ, ഫിലോസഫി ഇതാണ്. എന്തിനു വേണ്ടി അവലംബിച്ച? സൽസ്വഭാവമുള്ളവരാക്കാൻ വേണ്ടി അവലംബിച്ച. എവിടെയുള്ള? ഫി മദീനത്തിൽ ഇസ്കന്ദരിയ ഷമാൽ, വടക്കേ അലക്സാണ്ട്രിയ പട്ടണത്തിലുള്ള ഈ കോഫി ഷോപ്പിൽ. എന്തിനു വേണ്ടിയാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്? ലി നശരിൽ അഖ്ലാഖിൽ ഹമീദത്തി, സൽസ്വഭാവം വ്യാപിപ്പിക്കാൻ വേണ്ടി. വ മുകാഫഅത്തിൽ മുഅദ്ദിബീൻ, സംസ്കാരമുള്ളവർക്ക് സമ്മാനം നൽകാൻ വേണ്ടിയും പാരിതോഷികങ്ങൾ നൽകാൻ വേണ്ടിയും അയാൾ സ്വീകരിച്ചൊരു മാർഗമാണത്. വനഖലത്ത് സഹീഫത്തുൽ വത്തനുൽ ഖാസത്തു, അൽ വത്തൻ സ്പെഷ്യൽ എഡിഷൻ റിപ്പോർട്ട് ചെയ്തു അൻ ബയൂമി മുഹമ്മദ്, ബയൂമി മുഹമ്മദിനെ കുറിച്ച്. ഹുവ അഹദുൽ ആമിലീന ഫിൽ മഖ്ഹ, നേരത്തെ പറഞ്ഞ കോഫി ഷോപ്പിലെ തൊഴിലാളികളിൽപ്പെട്ട ഒരു തൊഴിലാളിയാണ് അദ്ദേഹം. ഖൗലുഹു, അദ്ദേഹം പറയുന്നു, എന്താണ് പറയുന്നത്? അൽ മഖ്ഹ, തങ്ങളുടെ കോഫി ഷോപ്പ്, യുഹാവിലു, ശ്രമിക്കുന്നു, നശറ സഖാഫത്തുൽ ഇഹ്തിറാം, നല്ല സംസ്കാരം വ്യാപിപ്പിക്കാൻ,
ബി അക്സിൽ ഫിക്രത്തിൽ സൽബിയത്തി റാജിഅത്തി അനിൽ മഖാഹി. പല കോഫി ഷോപ്പുകളെ കുറിച്ചും പൊതുവായി പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ പ്രചരിക്കുന്ന നെഗറ്റീവ് വശങ്ങൾ, നെഗറ്റീവ് ചിന്തകൾക്ക് എതിരായിക്കൊണ്ട് നല്ല സ്വഭാവം വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കോഫി ഷോപ്പ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വഅളഫ, അദ്ദേഹം കൂട്ടിച്ചേർത്തു, യുംകിനു ലിമൻ യസൂറുൽ മഖ്ഹ, കോഫി ഷോപ്പ്, ഞങ്ങളുടെ കോഫി ഷോപ്പ് സന്ദർശിക്കുന്നവന് സാധ്യമാകും ഫി മിൻതഖത്തിൽ അസാഫിറത്തി ഷർക്കൽ ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയയുടെ കിഴക്ക് ഭാഗത്തുള്ള അൽ അസാഫിർ പ്രദേശത്തെ ഞങ്ങളുടെ കഫേ സന്ദർശിക്കുന്നവർക്ക് മുത്താലഅത്തുൽ ഫർഖി, വ്യത്യാസം കാണാൻ കഴിയും. എന്തിൽ? ഫിൽ അസ്ആരി, വിലയിലുള്ള വ്യത്യാസം കാണാൻ കഴിയും. ബൈന സാഹിബിൽ അഖ്ലാഖിൽ ഹമീദത്തി, സൽസ്വഭാവമുള്ള കസ്റ്റമേഴ്സിനിടയിലും വല്ലാഹരീൻ, മറ്റുള്ളവർക്കിടയിലുമുള്ള വില വ്യത്യാസം. സൽസ്വഭാവത്തിൽ പെരുമാറുന്നവർക്ക് വില കുറച്ചും അല്ലാത്തവർക്ക് ന്യായമായ വിലയിലുമാണ് ഞങ്ങൾ ഭക്ഷണങ്ങളും മറ്റും കോഫികളൊക്കെ കൊടുക്കുന്നത്. ഫമൻ യത്ലുബ് ബി അദബിൻ, ആരെങ്കിലും സംസ്കാരത്തോടെ ആവശ്യപ്പെട്ടാൽ, ഭക്ഷണത്തിനോ ചായക്കോ ആവശ്യപ്പെട്ടാൽ, യഹസുലു അലാ ഹസ്മി നിസ്ഫി ജുനൈഹിൻ, അര ജുനൈഹ്, അര പൗണ്ട്, അല്ലേ, ഒരു അര പൗണ്ട് കുറച്ച് കൊടുക്കും. ഹസ്മ മീൻസ് ഡിസ്കൗണ്ട് കൊടുക്കും. വമൻ യത്ലുബു ബി അദബിൻ ജമ്മിൻ, അങ്ങേയറ്റം സംസ്കാരത്തോടെ വളരെയധികം മര്യാദയോടെയാണ് ആരെങ്കിലും ആവശ്യപ്പെടുന്നത് എങ്കിൽ യഹസുലു അലാ ഹസ്മിൻ ഖദ്റുഹു ജുനൈഹുൻ, ഒരു പൗണ്ട് തന്നെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. വമൻ യത്ലുബു ബി ത്വരീഖത്തിൽ മുഅ്താദത്തി, ഇനി ആരെങ്കിലും സാധാരണഗതിയിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ലാ യഹസുലു അലാ ഐ ഹസ്മിൻ, ഒരു ഡിസ്കൗണ്ടും ലഭിക്കുന്നതല്ല, യഥാർത്ഥ വില നൽകണം. അതാണ് ആ ഒരു പത്രത്തിൽ വന്നൊരു ന്യൂസാണിത്. ഇനി ഇവിടെ പത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. അഹമിയത്തുൽ വസായിലിൽ ഇഅ്ലാമിയ്യ, മാധ്യമങ്ങളുടെ പ്രാധാന്യം. അഹമിയത്ത്, പ്രാധാന്യം. അൽ വസായിലുൽ ഇഅ്ലാമിയ്യ മീൻസ് മീഡിയ, മാധ്യമം. യുഅ്തബറുൽ ഇഅ്ലാമു, മീഡിയ പരിഗണിക്കപ്പെടുന്നു. വസീലത്ത തവാസുലി, കമ്മ്യൂണിക്കേഷനുള്ള ഒരു മാർഗമായിക്കൊണ്ട്. വസീലത്ത് മീൻസ് മാർഗം, മീഡിയേറ്റർ. അത്തവാസുല്, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ആശയവിനിമയത്തിനുള്ള ഒരു മാർഗമാണ് മീഡിയ എന്ന് പരിഗണിക്കപ്പെടുന്നു. അതാണ് മീഡിയ. ബൈനൽ മുജ്തമഅത്തി, സമൂഹങ്ങൾക്കിടയിലും, വബൈനൻ നാസ്, ജനങ്ങൾക്കിടയിലുമുള്ള, ഫി കുല്ലിൽ അർളി, ഭൂമിയിൽ എല്ലായിടത്തും ജനങ്ങൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലും ആശയവിനിമയം നടത്താനുള്ള ഒരു മാർഗമാണ് മീഡിയ. വഖദ് കാനൽ ഹദീസു അൽ മുബാഷിറു അവ്വല വസീലത്തിൻ ലിത്തവാസുലി, നേരിട്ടുള്ള സംസാരമായിരുന്നു ആദ്യത്തെ കമ്മ്യൂണിക്കേഷനുള്ള മാർഗം, നേരിട്ട് സംസാരിക്കലായിരുന്നു. വഖദ് തതവ്വറത്ത് വസായിലുൽ ഇഅ്ലാമി, മീഡിയ വളർന്നു. ഷൈഅൻ ഫശൈഅൻ, ക്രമേണ. മാ തതവ്വുരിൽ വസായിലില്ലത്തി തഖൂമുൽ ഇത്തിസാലു അലൈഹ, സാങ്കേതികമായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ്റെ മാർഗങ്ങൾ വളരുന്നതോടൊപ്പം മീഡിയ വളർന്നുകൊണ്ടേയിരുന്നു. ഫബഅദ ഇഖ്തിറാഇൽ വറഖി, അങ്ങനെ പേപ്പർ കണ്ടുപിടിച്ചതിന് ശേഷം, വൻതിശാരിഹി, പേപ്പർ വ്യാപിച്ചതിന് ശേഷം, ബദഅത്ത് തൽഹറുൽ ജറാഇദ് വൽ മജല്ലാത്തു, പത്രങ്ങളും മാഗസിനുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വതതവ്വറത്തിൽ വസായിലുൽ ഇഅ്ലാമി ബിളുഹൂരിൽ ഇലക്ട്രോണിയാത്തി, ഇലക്ട്രോണിക്സിൻ്റെ വരവോടെ മീഡിയ, വസായിലുൽ ഇഅ്ലാം പിന്നെയും വികസിച്ചു. ബികുല്ലി അൻവായിഹ, മീഡിയയുടെ എല്ലാ മാർഗത്തിലും, എല്ലാ ഇനങ്ങളിലും. മിനൽ ഇദാ, എന്തൊക്കെ, റേഡിയോ ആയിട്ടും, വത്തൽഫസ, ടെലിവിഷനായിട്ടുമൊക്കെ, വഗൈറഹ, മറ്റുള്ളവയും. വബഅദ ളുഹൂരിൽ ഇന്റർനെറ്റ്, അങ്ങനെ ഇന്റർനെറ്റ് വന്നതിന് ശേഷം, സ്വാറുൽ ഇഅ്ലാമു വസീതത്തൻ ഫഅാലത്തൻ വമുൻതശിറത്തൻ, ഈ മീഡിയ എന്ന് പറയുന്നത് വളരെ കാര്യക്ഷമമായ, വളരെ വ്യാപകമായ ഒരു മാർഗമായി മാറി. ഫി ജമീഇ നവാഹിൽ ഹയാത്തി, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. ബിസൂറത്തിൽ മവാഖി, വെബ്സൈറ്റുകളുടെ രൂപത്തിലും, വശബക്കാത്തി, നെറ്റ്വർക്കുകളുടെ രൂപത്തിലും, വശബക്കായിൽ വസായിത്തിൽ ഇജ്തിമായി, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളുടെ രൂപത്തിലും മറ്റ് വെബ്സൈറ്റുകളുടെ രൂപത്തിലുമൊക്കെ ആയിട്ട് പല തരത്തിലും മീഡിയ വളർന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ, മാർഗങ്ങൾ കൂടി വന്നു, ധാരാളമാണ്. യുഅ്തബറുൽ ഇഅ്ലാമു ബിവസായിലിഹിൽ മുതതവ്വിറത്തി, ഈ വികസിതമായ മീഡിയയിലൂടെ ഈ മാധ്യമം, മീഡിയ പരിഗണിക്കപ്പെടുന്നു. വികസിതമായ അതിൻ്റെ മാർഗങ്ങളിലൂടെ അൽ-ഇഅ്ലാം, മാധ്യമം പരിഗണിക്കപ്പെടുന്നു. അഖ്വ അദവാത്തിൽ ഇത്സാലി, കമ്മ്യൂണിക്കേഷനുള്ള ഏറ്റവും ശക്തമായ ടൂളായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നു. അൽ അസ്രിയത്തി, മോഡേൺ.
അല്ലത്തി തുഅൈനുൽ ഫർദ, അത് വ്യക്തികളെ സഹായിക്കുന്നു, അലാ മുആയിഷത്തിൽ അസ്രി വത്തഫാഉലി മാഹു, പുതിയ കാലഘട്ടത്തിന്റെ കൂടെ ജീവിക്കാൻ സഹായിക്കുന്നു. യുംകിനു ലിൽ ഫർദി, ഒരു വ്യക്തിക്ക് സാധിക്കും, അൻ യഅരിഫൽ ഹവാദിസ വൽ ഹറകാത്ത് ഫിൽ ആലമി, ലോകത്തുള്ള എല്ലാ ചലനങ്ങളും സംഭവങ്ങളും മനസ്സിലാക്കാൻ, വയുഷാഹിദഹ, അതൊക്കെ കാണാനും സാധിക്കും, ഫീ സുറഅത്തിൽ ബർഖി, മിന്നൽ വേഗത്തിൽ, വയസ്തതിഉ തഗ്ലീബ റഅയി അൻഹ വൽ മുശാറകത ഫീ, ആ ന്യൂസുകളിലും വാർത്തകളിലുമൊക്കെ പങ്കുചേരാനും കഴിയും, കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ കഴിയുമല്ലോ. ഇന്ന വസായിലുൽ ഇലാമി, മീഡിയകൾ, തുഅദ്ദി ദൗറൻ മെഹ്വരിയൻ, നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്, ഫി ഹയാത്തിൽ ഫർദി വൽ ഉസ്റത്തി വൽ മുജ്തമഇ, വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ, മിൻ ഖിലാലി ഷറഹിൻ വ തഹ്ലീലിൻ ഖളായ അൽ യൗമിയ, ദൈനംദിന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നതിലും വിശദീകരിക്കുന്നതിലും ഒക്കെയായിട്ട്, വ തൻഷുറുൽ വഅയ, അതേപോലെ ഈ മീഡിയ എന്ത് ചെയ്യുന്നു, തൻഷുറുൽ വഅയ, അവബോധം ഉണ്ടാക്കുന്നു, അല്ലാമ, പൊതുവായ അവബോധം, ബോധവൽക്കരണം ഉണ്ടാക്കുന്നു, ബി തഅരീഫിൽ ഖവാനീനി വ തശ്രീഅത്തി, നിയമങ്ങളും, വൽ ഇജ്റാഅത്തി തൻളീമത്തി, വ്യവസ്ഥകളും പ്രൊസീജിയറുകളും മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്, അറിയിക്കുന്നതിൽ അവബോധം നൽകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ മാധ്യമങ്ങളിലൂടെ നിയമപരമായ ജനങ്ങളെ ബോധവൽകൃതരാക്കാൻ സാധിക്കുന്നുണ്ട്. ഹത്താ യസ്തതിഉൽ ഫർദു, അങ്ങനെ ഒരു വ്യക്തിക്ക് സാധിക്കും, അൻ യഅരിഫ ഹുഖൂഖഹു വ വാജിബാതിഹി, തൻ്റെ അവകാശങ്ങളും തൻ്റെ കടമകളും മനസ്സിലാക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. അത്രത്തോളം മീഡിയ വളർന്നു കഴിഞ്ഞു. അൽ-അൻശിത്തത്തു ദിറാസിയ നുറാജി വന്നസ്സ വനുജീബു അനിൽ അസ്ഇലത്തിൽ ആതിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നറാഫി ഹാദിഹി തഖ്രീരി ഇഷാറത്തൻ, ഈ റിപ്പോർട്ടിൽ ഒരു സൂചന കാണാം, ഇലാ വക്കാലത്തിൽ അഖ്ബാരി, ന്യൂസ് ഏജൻസി ഏതാണ് എന്നതിൻ്റെ ഒരു സൂചന കാണാം, അല്ലത്തി റവത്ത് ഹാദൽ ഖബറ, ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ഏജൻസി ഏതാണ് എന്ന് ഉള്ളൊരു സൂചന അതിലുണ്ട്. മാഹിയ തിൽക്കൽ വക്കാല, ഏതാണ് ആ ന്യൂസ് ഏജൻസി? അൽ വത്തൻ ആണല്ലേ, അൽ വത്തൻ എന്നാണ് പത്രത്തിന്റെ പേര് കണ്ടത്, അൽ വത്തൻ എന്ന ന്യൂസ് ഏജൻസി. ഹുനാക അൻവാൻ മുഖ്തലിഫത്തുൽ ലിൽ വസായിലിൽ ഇഅ്ലാമിയത്തി, മാഹിയ, മീഡിയ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് അല്ലേ, ഏതൊക്കെയാണവ? സോഷ്യൽ മീഡിയ ഉണ്ട് അല്ലേ, സോഷ്യൽ മീഡിയക്ക് അൽ വസായിലുൽ ഇജ്തിമാഇയ എന്ന് പറയും. പിന്നെ ടെലിഫോണ്, അൽ ഹാത്തിഫ് അല്ലെ, അൽ ജവാൽ മൊബൈൽ ഫോൺ, തിൽഫാസ് ടെലിവിഷൻ, അൽ ഇദാഅത്ത് റേഡിയോ, അൽ ജറായിദ് പത്രങ്ങൾ, അൽ ജരീദത്ത് അൽ ജറായിദ്, അൽ മജല്ലത്ത് മാഗസീൻസ് ഒക്കെ അതിൽപ്പെടും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടും. അൽ വസായിലുൽ ഇജ്തിമായ, വസായിലുൽ ഇഅ്ലാമിൽ ഇജ്തിമായ എന്ന് പറയും. നുഅദ്ദു തഖ്രീറൻ ഇഖ്ബാരിയൻ അൻ ശഖ്സിയത്തിൻ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം. തഖ്രീറുൻ ഇഖ്ബാരി മീൻസ് ഒരു ന്യൂസ് റിപ്പോർട്ട്, നുഅദ്ദു നമുക്ക് തയ്യാറാക്കാം, അൻ ശഖ്സിയത്തിൻ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച്, ഔ ഹാദിസത്തിൻ അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച്, ആജബത്ക നിനക്ക് ഇഷ്ടപ്പെട്ട, കമാൻ റാഫി നസ്സി ഈ പാഠഭാഗത്തിൽ നമ്മൾ കണ്ടതുപോലെയുള്ള, ലിനശ്രിഹ ഫി ജരീദത്തിൻ അറബിയത്തിൻ ഒരു അറബി പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം. അടുത്തത് നുതാലിയുൽ ജറാഇദൽ മഹല്ലിയത്ത, നമ്മുടെ പ്രാദേശിക പത്രങ്ങൾ നോക്കാം. വനജ്മഉ മിൻഹ അൽ അനാവീൻ അൽ ഇഖ്ബാരിയ, എന്നിട്ട് അതിൽ നിന്നും റഈസിയ പ്രധാന വാർത്തകളുടെ അനാവീൻ ഹെഡിങ്ങുകൾ ഒരുമിച്ച് കൂട്ടാം. വനുഖദ്ദിമുഹ ഫി സഫി, എന്നിട്ടത് ക്ലാസ്സിൽ അവതരിപ്പിക്കാം. മാ തർജിമതിഹ അൽ അറബിയ, അതിൻ്റെ അറബി ട്രാൻസ്ലേഷനോടെ നമ്മുടെ പത്രത്തിൽ നോക്കിയിട്ട് ഹെഡിങ്ങുകൾ അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നബഹസ് അനിൽ മവാഖി വൽ കനവാത്തി അൽ അറബിയ, അറബി ചാനലുകളെയും വെബ്സൈറ്റുകളെയും കുറിച്ച് നമുക്ക് റിസർച്ച് ചെയ്യാം. അൽ ആലമിയ ലോക അടിസ്ഥാനത്തിലുള്ള. വനുഅദ്ദു ഫിക്റത്തൻ ഹൗലഹ, എന്നിട്ട് അതിനെക്കുറിച്ചൊരു ഫിക്ര, ഒരു പാരഗ്രാഫ് തയ്യാറാക്കാം. അതായത് അറബി പത്രങ്ങളും അറബി ചാനലുകളും വെബ്സൈറ്റുകളൊക്കെ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ഒരു പാരഗ്രാഫ് എഴുതാം. 2-3 ചാനലുകളുടെ പേരുകൾ നമുക്ക് നോക്കാം. അൽ കനവാത്തുൽ ഇഖ്ബാരിയ, ന്യൂസ് ചാനലുകൾ ഏതൊക്കെയാണ്? അൽ ജസീറ, ഇത് തബുസു മിൻ ഖത്തറിൽ നിന്നാണ് ഇത് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്. വ തുഅദ്ദു പരിഗണിക്കപ്പെടുന്നു ഈ അൽ ജസീറ ചാനൽ മിൻ അഖ്ദമി ഏറ്റവും പഴയതും വ അഷ്ഹരി ഏറ്റവും പ്രശസ്തമായതുമായ അൽ ഖനവാത്തുൽ ഇഖ്ബാരിയത്തി ഏറ്റവും പ്രശസ്തവും ഏറ്റവും പഴയതുമായ ന്യൂസ് ചാനലായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നു. അല്ലത്തി തുഖദ്ദിമു ഇത് വാർത്തകൾ നൽകുന്നു. തഗ്തിയത്തൻ മുബാശറത്തൻ ലിൽ അഹ്ദാസിൽ ആലമി ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ തഗ്തിയത്തൻ മുബാശറ ലൈവ് കവറേജ് ഇത് നൽകുന്നുണ്ട്. അൽ ജസീറ ചാനൽ ലോകപ്രശസ്തമായ ചാനലാണ്, ഏറ്റവും മികച്ച
ന്യൂസ് ചാനലുകൾ എടുത്താൽ അൽ ജസീറ മുൻപന്തിയിലുണ്ടാകും. പിന്നെ അടുത്തത് അൽ അറബിയ എന്നൊരു ന്യൂസ് ചാനലുണ്ട്. മക്കറുഹ റഈസി ഫി ദുബൈ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പ്രധാനപ്പെട്ട സ്ഥലം, പ്രധാന കേന്ദ്രം ഫി ദുബൈയിലാണ്. തുറക്കിസു അല ഷുഊനി സിയാസിയത്തി വൽ ഇഖ്തിസാദിയത്തി ഫിൽ മിൻതഖത്തിൽ അറബിയ, അറബ് പ്രദേശങ്ങളിൽ, അറബ് രാജ്യങ്ങളിലും മറ്റും സംഭവിക്കുന്ന രാഷ്ട്രീയവും മറ്റുമായ കാര്യങ്ങളാണ്, സാമ്പത്തികവുമായ കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടും വരുന്നത്. അൽ ജസീറ ലോകം മുഴുവനുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. പിന്നെ സ്കൈ ന്യൂസ് അറബിയ എന്നൊരു ന്യൂസ് ഉണ്ട്, ചാനലുണ്ട്. ഖനാത്തുൻ ഇഖ്ബാരിയത്തുൻ ഷാമിലത്തുൻ തബസ്സുമിൻ അബുദാബിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചാനലാണത്. അതേപോലുള്ള മറ്റു ചാനലുകളെ കുറിച്ച് അന്വേഷിക്കുക. നുലാഹിദുൽ ഇസ്തിമാറത്ത് അൽ ആത്തിയത വനുഅബ്ബിഉഹ, താഴെയുള്ള ഒരു ഫോം ഉണ്ട്. ഇസ്തിമാറ മീൻസ് ഫോം, അത് നമുക്ക് വായിച്ച് പൂരിപ്പിക്കാം. ഇതൊരു ലീവിനുള്ള ആപ്ലിക്കേഷനാണ്. അൽ മംലക്കത്തുൽ അറബിയ സൗദിയ, വിസാറത്തു സിഹ സൗദി അറേബ്യ, വിസാറത്തു സിഹ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. പിന്നെ അൽ മദീനത്തുൽ ആമത്തുൽ ലിശൂനി സിഹിയ, ജനറൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് അഫയേഴ്സ് ഇൻ റിയാദ് റീജൻ, റിയാദ്. അപ്പോൾ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിലെ ഒരു വിസാറത്തു സിഹിയ അല്ലെ, ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനത്തിലുള്ള ഒരു ജോലിക്കാരൻ ലീവ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫോമാണിത്. തൊലബു ഇജാസത്തിൻ ആദിയ ലി സൗദീൻ, തൊലബു ഇജാസത്തിൻ ആദിയ മീൻസ് നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി ലീവ് റിക്വസ്റ്റ്. ഇതാണ് തൊലബു ഇജാസത്തിൻ ആദിയ ലി സൗദീൻ, ഫോർ സൗദീസ്, സൗദികൾക്കുള്ള ഓർഡിനറി ലീവ് എടുക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റാണിത്. തമ്രീൽ മീൻസ് നഴ്സിംഗ്, അതായത് നഴ്സിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കുള്ള. ആദ്യം എന്ത് എഴുതണം? അൽ ഇസ്മു എന്ന കോളത്തിൽ ലീവ് എടുക്കുന്ന ആളുടെ പേര് എഴുതുക. അൽ വലീഫ, പോസ്റ്റ്, അവരുടെ ജോലി ഏത് പോസ്റ്റാണ് ജോലി ചെയ്യുന്നത് എന്ന് എഴുതുക. റഖമുൽ മുവല്ലഫ്, എംപ്ലോയി നമ്പർ, എംപ്ലോയിയുടെ നമ്പർ എഴുതുക. ജിഹത്തുൽ അമൽ മീൻസ് എംപ്ലോയർ, ആരാണ് ജോലി കൊടുത്ത ആൾ, ജോലിയുടെ സ്ഥാപനം, അതായത് അൽ ഖിസ്മ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്? തമ്രീൽ, നഴ്സിംഗ് ആണെങ്കിൽ തമ്രീൽ എന്ന് എഴുതാം. അങ്ങനെ നോൽ ഇജാസത്ത്, ലീവ് ടൈപ്പ്, ഏത് ടൈപ്പ് ലീവാണ് വേണ്ടത്? ലീവ് പല ടൈപ്പ് ലീവ് ഉണ്ടാവും അല്ലെ, സിക്ക് ലീവ് ഉണ്ടാവും, പലതരം ലീവുകൾ ഉണ്ടാവും. അങ്ങനെ അതായത് കേഷൽ ലീവ് ഉണ്ടാവും. മുദ്ദത്തുൽ ഇജാസ, ഡ്യൂറേഷൻ ഓഫ് ദ ലീവ് ഡ്യൂറേഷൻ എഴുതുക. എത്ര ദിവസമാണ് ലീവ് വേണ്ടത്? സലാസത്ത് അയ്യാമിൻ, അർബഅത്ത് അയ്യാമിൻ, അങ്ങനെ എഴുതുക, 4 ദിവസം 3 ദിവസം എന്നൊക്കെ. പിന്നെ താരീഖു ബിദായത്തുൽ ഇജാസത്ത്, ലീവ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഏത് ദിവസം മുതലാണ് ലീവ് വേണ്ടത് അതവിടെ എഴുതുക. താരീഖു നിഹായത്തിഹ, ലീവ് എൻഡിങ് ഡേറ്റ്, ഏത് ദിവസം വരെയാണ് ലീവ് വേണ്ടത് അതും എഴുതുക. തൗഖീഉ സാഹിബ് തൽബ്, അപ്ലിക്കൻറ്റിൻ്റെ സിഗ്നേച്ചർ ഓഫ് ദി അപ്ലിക്കൻറ്റ്. ഇസ്മു മൻ സയഖൂമു ബി തഅമീനിൽ അമൽ, പകരം ആര് തൻ്റെ ജോലി കവർ ചെയ്യും എന്ന് ഉള്ളത് എഴുതാനുള്ള. ജോലി ലീവുള്ള ദിവസങ്ങളിലുള്ള ജോലി ആര് കവർ ചെയ്യുമെന്ന് എഴുതാൻ, ആരാണോ കവർ ചെയ്യുക അയാളുടെ പേര് എഴുതുക. അത്തൗഖി, ഒപ്പിടുക, അയാളുടെ ഒപ്പിടുക. മുവാഫഖത്തു റഈസിൽ മുബാഷിർ, സൂപ്പർവൈസറുടെ മുവാഫഖത്ത്, അപ്രൂവൽ ഓഫ് ദി സൂപ്പർവൈസർ. ഇഅ്തിമാദു റഈസി തംരീദ്, അപ്രൂവൽ ഓഫ് ദി നഴ്സിംഗ് ഹെഡ് ഓഫ് ദി നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അലിസ്മ്, ഇവരുടെ ഈ സൂപ്പർവൈസറുടെ അലിസ്മു വത്തൗഖി, ഇവിടെ ഈ നഴ്സിംഗ് ഹെഡിൻ്റെ ഇസ്മു വത്തൗഖി, പേരും ഒപ്പും. നുലാഹിദുൽ ഇഅ്ലാന താലിയ വനുസമ്മിമു ഇഅ്ലാന മിസ്ലഹു ലി മുൻതജത്തിൻ മഷ്ഹൂറ, ഇതൊക്കെ ഒരു പരസ്യമാണ്. ഇതേപോലുള്ളൊരു പരസ്യം ഉണ്ടാക്കുക, ഷൂവിൻ്റെ പരസ്യമാണ്. പിന്നെ ഇവിടെ ഇതാ മറ്റൊരു പരസ്യം, ഇങ്ങനെ പരസ്യങ്ങൾ ഉണ്ടാക്കുക. നുലാഹിദുൽ ഇഅ്ലാന താലിയ വനുതർജിമുഹു ഇലൽ ഇൻജിലീസിയ, താഴെയുള്ള പരസ്യം വായിച്ച് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മദ്രസ മുസ്തഖില്ല ലിൽ ബനാത്തി ലിൽ മർഹലത്തെ സാനവിയ, അത് ഇൻഡിപെൻഡൻറ്റ് ഗേൾസ് സെക്കൻഡറി സ്കൂൾ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. തൊഴിലിനു അൻ ഹാജാത്തിഹ, തൊഴിലിനു അത് അനൗൺസ് ചെയ്യുന്നു, പരസ്യപ്പെടുത്തുന്നു ഈ സ്കൂള്. അൻ ഹാജാത്തിഹ ലിൽ വലായിഫ് താലിയ, താഴെയുള്ള പോസ്റ്റുകൾക്ക് വേണ്ടി ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന കാര്യം പരസ്യപ്പെടുത്തുന്നു. ലിൽ ആമിദ്ദിറാസി, സ്കൂൾ ഇയറിന് വേണ്ടി, എന്താ പറയുക, സ്കൂൾ ഇയർ, അക്കാഡമിക് ഇയർ 2015-16 അക്കാഡമിക് ഇയറിലേക്ക് താഴെ പറയുന്ന പോസ്റ്റുകളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. അനൗൺസസ്, ഈ സ്കൂള് അനൗൺസ് ചെയ്യുന്നു ദ ഫോളോയിങ് ജോബ് ഓപ്പണിങ്സ് ആൻഡ് ഹാജാത്തി ലിൽ വലായിഫ് താലിയ. താലിയ മീൻസ് ഫോളോയിങ് ജോബ് ഓപ്പണിങ്സ് ഫോർ ദ
2015-16 അക്കാഡമിക് ഇയർ. അൽ ആമുൽ ദിറാസി മീൻസ് അക്കാഡമിക് ഇയർ. ഏതൊക്കെയാണ് വേക്കൻസി? ഒന്ന്, മുഅല്ലിമാത്തുൻ ലി തദ്രീസിൽ ലുഗത്തിൽ അറബിയ, അറബി പഠിപ്പിക്കാനുള്ള അധ്യാപികമാർ ആവശ്യമുണ്ട്. തഹസ്സുസു ബക്കാലൂരിയൂസ് ലുഗത്തിൽ അറബിയ, എന്താണ്, അറബി ഭാഷയിലുള്ള ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് അറബിക് ലാംഗ്വേജ് ടീച്ചേഴ്സ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അറബിക് ലാംഗ്വേജ്. പിന്നെ മുഅല്ലിമത്ത് റിയാദിയാത്ത്, മാത്തമാറ്റിക്സ് ടീച്ചർ, തഹസ്സുസ് ബക്കാലൂരിയ റിയാദിയാത്ത്. ക്വാളിഫിക്കേഷൻ എന്താണ്? ബാച്ചിലർ ഓഫ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ്. പിന്നെ അമീന മുഖ്തബർ മീൻസ് ലബോറട്ടറി ടെക്നീഷ്യൻ. പിന്നെ ഇഹ്സാഇയത്തു നഫ്സിയ മീൻസ് സൈക്കോളജിസ്റ്റ്. അടുത്തത് ഇഹ്സാഇയത്തു തഅല്ലുഖ് വ തഖാതുബിൻ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്. ഇത്രയും ജോലികളിലേക്കാണ് ആളുകളെ ആവശ്യമുള്ളത്. അശ്ശുറൂത്തുൽ മത്ലൂബ, ആവശ്യമായ കണ്ടീഷൻസ്, കണ്ടീഷൻസ് റിക്വയർഡ് എന്തൊക്കെയാണ്? അൽ മുഅഹ്ഹിലുൽ ഇൽമി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ബക്കാലൂരിയസ്, ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. ഫി നഫ്സി തഖ്സീസ്, ഏത് വിഷയമാണോ സ്പെഷ്യലൈസ് ചെയ്തത് അതിൽ തന്നെ. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി അറബിക്ക് യോഗ്യത ഉള്ളവർക്ക് പറ്റില്ല. റിക്വയർഡ് കണ്ടീഷൻസ്: എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ദ സെയിം സ്പെഷ്യലൈസേഷൻ. അടുത്ത ഖിബ്റത്തുൻ മുവസ്സഖത്തുൻ, ഡോക്യുമെന്റഡ് എക്സ്പീരിയൻസ്, അതായത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. റസ്മിയൻ ഒഫീഷ്യലി ഡോക്യുമെന്റഡ് എക്സ്പീരിയൻസ്. ലാ തഖില്ലു അൻ 3 സനവാത്തിൻ ഫി തദ്രീസിൽ മാദത്തി, ഏതാണ് വിഷയം, ആ വിഷയം പഠിപ്പിക്കുന്നതിൽ 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം. അറ്റ്ലീസ്റ്റ് 3 years ഓഫ് ഒഫീഷ്യലി ഡോക്യുമെന്റഡ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് ദ സബ്ജക്റ്റ്. പിന്നെ ഷഹാദത്തു ഖിയാദത്തിൽ ഹാസിബിൽ ആലി എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ലിറ്റററി സർട്ടിഫിക്കറ്റ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പിന്നെ തഖ്ദീമു ത്വലബാത്ത് അല, അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം, തഖ്ദീം ചെയ്യണം. അല ഓൺ school.edu.c.qatar@gmail.com എന്ന ഇമെയിലിലേക്കാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം അപ്ലിക്കേഷൻസ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദിസ് ഇമെയിൽ ID. ഓക്കെ. നുലാഹിദു അർ-റുമൂസ താലിയ വനഅതരിഫു ബിൽ ഖനവാത്തി ബി അസ്മാഇഹ. ഇവിടെ കുറേ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അൽ അറബിയ CNN അൽ അറബിയ CNN ചാനലാണ്. പിന്നെ അത് രണ്ടാമത്തത് അൽ ജസീറയാണിത്. പിന്നെ അൽ അറബി ചാനൽ, ഇത് അൽ അഖ്സ എന്ന ചാനൽ, ഖനാത്തുൽ അഖ്സ. ഇത്രയുമാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്. ഓക്കെ.